ഹായ് ഫ്രണ്ട്സ്, മെൻ്റൽ എബിലിറ്റി എന്ന സെക്ഷനിലെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ് അഥവാ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ അതിലെ ഒരു പ്രോബ്ലമാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 16/8/4/2. അപ്പോൾ ഇതിൻ്റെ രണ്ട് ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു? അപ്പോൾ ഇവിടെ ഡിവിഷൻ ആണല്ലേ തന്നിരിക്കുന്നത്, എല്ലാം ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കിടക്കുന്ന സംഖ്യ എന്തായിട്ട് എഴുതുക? അംശമായിട്ട് എഴുതുക, എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 16 നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് അല്ലെങ്കിൽ ഛേദമായിട്ട് എഴുതേണ്ടത് ബാക്കി തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എന്തെടുക്കുക? പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ബാക്കി എത്ര സംഖ്യയുണ്ടോ അത്രയും സംഖ്യകളെ നിങ്ങൾ ഗുണിച്ചിട്ട് വേണം എഴുതാൻ. സോ എന്തെഴുതാം? 8 × 4 × 2. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ 8 × 4 × 2 എത്രയാ വാല്യൂ എന്നുള്ളത് എടുത്ത് എഴുതരുത്. ഇത് ക്യാൻസലേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തമ്മിൽ വേണം ക്യാൻസൽ ചെയ്യാനായിട്ട്. അപ്പോൾ 8 16 എത്ര ടൈംസ് ആണെന്ന് ആലോചിച്ചേ. 8ൻ്റെ ടേബിളിൽ 16 എത്ര ടൈംസാ? 2 ടൈംസ് അല്ലേ? അപ്പോൾ വലിയ നമ്പർ ഏതാണ്? 8 ആണോ 16 ആണോ? 16 ആണ് അല്ലേ? അപ്പോൾ മുകളിൽ വേണം നിങ്ങളുടെ ആ 2 ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? താഴെ എഴുതിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അപ്പം 8 × 2 ആണ് 16. അപ്പം 8 16 കട്ട് ചെയ്ത് 2 എഴുതി. ഇനി 2ഉം 2ഉം നമുക്ക് കട്ട് ചെയ്യാമല്ലോ. മുകളിൽ കിടക്കുന്ന 2ഉം താഴെ കിടക്കുന്ന 2ഉം തമ്മിൽ കട്ട് ചെയ്തു. അപ്പം ന്യൂമറേറ്ററിൽ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ 1 എടുത്തോണം. അപ്പം 1/, താഴെ ഏതാ ഉള്ളത്? ക്യാൻസൽ ചെയ്തതിന് ശേഷം ബാക്കി വന്നിരിക്കുന്നത് 4 മാത്രമാണ്. അപ്പം 1/4 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.